എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെയും അല്ലാതെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചില്ലി പൊട്ടാറ്റോ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പത്തിലുള്ള 3 ഉരുളക്കിഴങ്ങ് ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കറൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇനി വെള്ളം ഊറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതേ അളവ് തന്നെ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ അളവിൽ റെഡ് ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതിൽ ഊറ്റിയെടുത്തിട്ടുള്ള വെള്ളം തന്നെ ഇതിലുണ്ടായിരുന്നു. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ നല്ലോണം ചൂടായതിനു ശേഷം ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ടെടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത് പാടെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇട്ടെടുത്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അടി നല്ലോണം ക്രിസ്പായി വന്നതിന് ശേഷം ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. 2 ട്രിപ്പായിട്ടാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അടുത്തതും കൂടി ഇതേപോലെ ഇട്ട് കൊടുക്കാം. അങ്ങനെ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്നൊരു പാനിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണ 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി ചതച്ചെടുത്തിട്ട് ഇട്ടുകൊടുക്കാം. ഇത് ചെറുതായിട്ട് മൂത്ത് വന്നാൽ ഇതിലേക്ക് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 3 പച്ചമുളക് നടു കട്ട് ചെയ്തിട്ട് ഇതേ രീതിയിൽ ഇട്ടെടുത്തിട്ടുണ്ട്. ചെറിയ പച്ചമുളകാണ്. ഇനി ഒരു വലിയ സവാള ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടെടുക്കാം. സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇട്ടെടുക്കാൻ. ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഇട്ടെടുക്കാം. ഞാൻ ഇവിടെ ക്യാപ്സിക്കം ഇട്ടെടുത്തിട്ടില്ല. ഇതൊന്ന് ചെറുതായിട്ട് വയന്ന് കിട്ടിയാൽ ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസാണ് ഒഴിച്ചെടുക്കാനുള്ളത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിലാണ് ടൊമാറ്റോ സോസ് ഒഴിച്ചെടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ സോയ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സോസൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറേ നേരം വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ്. 1/4 കപ്പ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കിയെടുത്തതാണ്. അതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇത് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി കിട്ടിയിട്ടുണ്ട്. ഇത് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കാം. നല്ലോണം മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളി ചില്ലി പൊട്ടാറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചോറിൻ്റെ കൂടെയും അല്ലാതെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്.
കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്